അതിനുശേഷം വീണ്ടും ഫുട്ബോൾ റാൻഡം വീഡിയോ അപ്ലോഡ് ചെയ്തു. അതിനുശേഷം വീണ്ടും അക്ഷരമാല, അതിനുശേഷം റാൻഡം കിഡ്സ് വീഡിയോ അപ്ലോഡ് ചെയ്തു. വീണ്ടും എഡ്യൂക്കേഷൻ കണ്ടന്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. കിഡ്സ് എഡ്യൂക്കേഷൻ കണ്ടന്റ് ട്രൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ AI ഇമേജ് ക്രിയേഷൻ ട്രൈ ചെയ്തു, AI വീഡിയോ ക്രിയേഷൻ ട്രൈ ചെയ്തു. ഏറ്റവും കൂടുതൽ ആവശ്യം അക്ഷരമാലകളായതുകൊണ്ട് മലയാളം അക്ഷരമാല ട്രൈ ചെയ്തു, ഇംഗ്ലീഷ് അക്ഷരമാല ട്രൈ ചെയ്തു. ഓക്കെ, സീറോ കണ്ടന്റ് ക്രിയേഷൻ സ്കിൽ. കണ്ടന്റ് ക്രിയേഷനിൽ ഒരു അബ്സല്യൂട്ട് ബിഗിനർ ആയിട്ടുള്ള ഞാൻ 2024 മാർച്ചിൽ അപ്ലോഡ് ചെയ്ത എൻ്റെ ആദ്യത്തെ വീഡിയോൻ്റെ ക്വാളിറ്റിയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് ഞാൻ അപ്ലോഡ് ചെയ്ത എൻ്റെ യൂട്യൂബ് വീഡിയോസിലെ ഏറ്റവും ആദ്യത്തെ വീഡിയോ, സീറോ ക്വാളിറ്റി വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ ഇത് സ്ക്രീൻ ഷെയർ ആണ്, ഇതിൽ ഫേസ് ഇല്ല, ഇതിൽ സൗണ്ട് കുറവാണ്, ഇതിൽ എഡിറ്റിംഗ് ഇല്ല, ഇത് സീറോ എഡിറ്റിംഗ് ആണ്. ഒരു കണ്ടന്റ് ക്രിയേഷൻ ആവശ്യമായിട്ടുള്ള ഡിഫറെൻറ്റ് സ്കിൽസിൽ ഓരോ സ്കിൽസും ഈച്ച് ആൻഡ് എവറി സ്കിൽസ് എടുത്ത് നോക്കിയാൽ അതിൽ എല്ലാ സ്കിൽസിലും സീറോ അല്ലെങ്കിൽ അബ്സല്യൂട്ട് ബിഗിനർ ആയിരുന്നു ഞാൻ എന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനുശേഷം 50ഓളം വീഡിയോസ് ഈ 2 ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടും ആ 2 ചാനലും മോണിറ്റൈസ്ഡ് ആയിട്ടില്ല. അതിന് ഞാൻ ചെയ്ത മിസ്റ്റേക്കുകളും അത് മോണിറ്റൈസ്ഡ് ആവാതിരിക്കാനുള്ള മൂലപ്രധാന കാരണങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം 3ാമത്തെ ചാനലിൽ മാത്രം ഏകദേശം 50ഓളം വീഡിയോസ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്തു. ഈ കണ്ടന്റ് ക്രിയേഷൻ ആവശ്യമായിട്ടുള്ള ഡിഫറെൻറ്റ് സ്കിൽസുകൾ ഏതൊക്കെയാണ്? ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്കിൽസ് ആയിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് തുടങ്ങിയിട്ട് ഫിലിമിങ് തുടങ്ങി റെക്കോർഡിങ്, ലൈറ്റിങ്, അതിൻ്റെ എഡിറ്റിംഗ്, തംബ്നെയിൽ ക്രിയേഷൻ, ടൈറ്റിൽ ഐഡിയാസ്, പബ്ലിഷ് ചെയ്യണം, തംബ്നെയിൽ ടൈറ്റിൽ കോമ്പിനേഷൻ, പാക്കേജിങ്, ഈ ഡിഫറെൻറ്റ് സ്കിൽസിൽ ഏറ്റവും ബേസിക് ലെവലിലും തുടങ്ങിയിട്ട് കണ്ടിന്യൂസ്ലി ഓരോ സ്കിൽസ് ലെവലും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോ quality ലെവലിലേക്ക് എത്തി. Okay, your question was why you want to work with us, right? Yes, exactly. The question is, why do you want to work with us? What about this company excites you? You speak slow, very slow. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എൻ്റെ മോണിറ്റൈസേഷൻ ജേണിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ മോണിറ്റൈസേഷൻ ജേണി ആർക്കും ഉപകരിക്കും? ഇൻ ജനറൽ പേഴ്സണലി ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ഇത് ഉപകരിക്കും എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ യൂട്യൂബ് ഭയങ്കര ടഫാണെന്നാണ് ഞാൻ ഒരുപാട് കേൾക്കുന്നത്. പക്ഷേ പലർക്കും ഇത് ലെക്കാണ്. പക്ഷേ യൂട്യൂബ് ടഫാണെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് തുടങ്ങി പക്ഷേ മോണിറ്റൈസേഷൻ ആവാൻ പോലും, അതായത് ആദ്യത്തെ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചേഴ്സ് ആവാൻ വരെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ എന്തെങ്കിലും ലെസൺസ് ഉണ്ടാവും. ഇതാണ് എൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ, ഹൗ ടു സ്റ്റാർട്ട് യൂട്യൂബ്. ഏകദേശം 1 വർഷം കഴിഞ്ഞു ഇത് അപ്ലോഡ് ചെയ്തിട്ട്. മാർച്ച് 28 ഇത് അപ്ലോഡ് ചെയ്തത്. അതിനുശേഷം ആകെ കിട്ടിയത് 84 വ്യൂസാണ് ഇതുവരെ ഈ വീഡിയോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ നമുക്ക് അതിന് മനസ്സിലാവും അതിൻ്റെ ക്വാളിറ്റി എത്രയാണെന്നുള്ളത്.